കുഞ്ഞുനാൾ മുതലേ ഹാനോളിന് കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. പ്രൈമറി ക്ലാസ്സിലായാലും മിഡിൽ സ്കൂളിലായാലും ഹൈസ്കൂളിലും എല്ലാം അവൾ ഫ്രണ്ട്സുമായി സമയം പങ്കിടുന്നതിലും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് പഠിക്കാനായിരുന്നു. അങ്ങനെയാണ് അവൾ രാജ്യത്ത് തന്നെ ഏറ്റവും മാർക്കുള്ള കുട്ടിയായി മാറിയത്. അതുവഴി മാത്രമേ ജീവിതത്തിന്റെയും മരണത്തിന്റെയും നൂൽപ്പാലത്തിൽ നിൽക്കുന്ന തന്റെ അച്ഛനെ അവൾക്ക് ചിരിച്ചു കാണാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ അവൾക്ക് ഹൈസ്കൂളിൽ തന്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിനെ കിട്ടിയിരിക്കുകയാണ്. മണലിൽ എന്തോ വരച്ചു കുറിക്കുന്ന ജോങ്വുവിനോട് ഹാനോൾ അങ്ങനെയൊന്നും ചെയ്യാതെ എന്ന് പറഞ്ഞ് അത് കാലുകൊണ്ട് മായ്ക്കാൻ നോക്കുന്നു. അങ്ങനെ ചെയ്യല്ലേ, ഇതൊക്കെയല്ലേ ഓർമ്മകൾ. ഓർമ്മകൾ മണ്ണാങ്കട്ട. അവൻ അവളെ അത് മായ്ക്കാതിരിക്കാൻ പിടിച്ചു മാറ്റുന്നു. ജോങ്വു ഹാനോൾ ഫ്രണ്ട്സ് സിൻസ് 2024 എന്നായിരുന്നു അവൻ മണലിൽ എഴുതിയത്. ഭക്ഷണം കഴിക്കാനായവർ ഒരു ചെറിയ ഹോട്ടലിലേക്ക് പോകുന്നു. ഹാനോളുടെ ഫോൺ ചാർജ് ചെയ്യാനായി ചാർജർ അന്വേഷിച്ചു പോയ അവൻ തിരികെ വന്നപ്പോൾ കാണുന്നത് സുഖനിദ്രയിലായ ഹാനോളിനെയാണ്. അവൾ 2 ദിവസമായാലും ഉറങ്ങിയിട്ട് ഉറക്കം ശല്യപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് അവൻ ആ കടയുടെ ഓണറിനോട് കുറച്ചു നേരത്തേക്ക് അങ്ങോട്ടേക്ക് ഫുഡ് കൊണ്ടുവരണ്ട എന്ന് പറയുന്നു. ഇവിടെ ഞങ്ങൾക്ക് റൂമുമുണ്ട് സാർ. അയ്യോ അങ്ങനെയല്ല, ഞങ്ങൾ ഫ്രണ്ട്സാ, കപ്പിളല്ല. നിലത്തിരി തുടങ്ങുന്നത് കൊണ്ട് തന്നെ അവൾക്ക് തണുക്കുമെന്ന് കരുതി അവൻ അവന്റെ കോട്ടൂരി അവൾക്ക് കൊടുക്കുന്നു. അപ്പോഴോ അവൾ ദാ നീങ്ങി അവന്റെ മടിയിലും കിടക്കുന്നു. അപ്പോൾ അവനെ കണ്ടാൽ ഭിത്തിയിൽ അള്ളി പിടിച്ചിരിക്കുന്ന പല്ലിയെ പോലെ ഉണ്ടായിരുന്നു. ഒരുപാട് നേരം കഴിഞ്ഞാണ് അവൾ കണ്ണു തുറക്കുന്നത്. തൊട്ടടുത്ത് ദാണ്ടെ ജോങ്കു ഉറങ്ങി കിടക്കുന്നു. അവൾ എഴുന്നേറ്റതും അവൻ ആരാ എന്തെന്നും പറഞ്ഞ് ഞെട്ടി എഴുന്നേൽക്കുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്തോ ഒരു കോൾ അറ്റൻഡ് ചെയ്തിട്ട് അവൻ അവളോട് തന്റെ ക്ലിനിക്ക് വിറ്റുപോയെന്ന് പറയുന്നു. എന്നാ നമുക്ക് പോവാം, നിനക്കൊരു കോഫി കുടിച്ചിട്ട് പോവാം. കോഫി കുടിക്കുന്നതിനിടയിൽ അവൾ അവനോട് നല്ല കയ്പുണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. ഹേയ്, കോഫിക്ക് നല്ല മധുരമാ. അതല്ല നിന്റെ സിറ്റുവേഷൻ. എന്തോരം കഷ്ടപ്പെട്ടായിരിക്കും നീ ആ ക്ലിനിക്ക് നിന്റെ വീടും സേവിങ്സും ഒക്കെ ഉണ്ടാക്കിയതാ. അതൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഞാനാണെങ്കിൽ ഇത് താങ്ങില്ല. ഞാൻ കാരണം ആർക്കെങ്കിലും ദുഃഖമോ കഷ്ടപ്പാടോ ഉണ്ടായെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയുന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. വീട്ടിൽ അമ്മയും അനിയനും കരുതിയിരുന്നത് ഹാരോ അവളുടെ കൂട്ടുകാരിയുടെ കൂടെ സൺറൈസ് കാണാൻ പോയതെന്നാണ്. രാവിലെ അതേ കൂട്ടുകാരി അവളെ അന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് അവൾ തനിയെയാണ് പോയതെന്ന് അവരറിയുന്നത്. അമ്മയ്ക്കത് മതിയല്ലോ. കരച്ചിലും വീഴ്ചയിലും അതോടെ തുടങ്ങുന്നു. അവൾ ചിലപ്പോൾ കടലിലെടുത്ത് ചാടിക്കാണും. എൻ്റെ മോളെ, അവൾ എന്തിനാ കടലിൽ ചാടുന്നേ? ഡിപ്രഷൻ അല്ലേ അവൾക്ക്? ഡിപ്രഷനോ? ഫോൺ എടുക്കുന്നില്ല, എൻ്റെ മോൾക്ക് എന്ത് പറ്റിയോ എന്തോ. അവൻ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും ദാ വരുന്നു ഹാനോൾ കാറിൽ. ഡ്രൈവർ സീറ്റിൽ നിന്ന് ദാണ്ടെ ഇറങ്ങുന്നു ജോങ്വു. എല്ലാവരും ഞെട്ടുന്നു. നീ മോളിത് ചെറുക്കൻ്റെ കൂടെയാണോ സൺറൈസ് കാണാൻ പോയത്? ഓ, അപ്പൊ ഇതാണോ നിന്റെ ഫസ്റ്റ് ലവ്? ഞാനാണോ നിന്റെ ഫസ്റ്റ് ലവ്? അല്ല. മുറിക്കകത്ത് കയറിയ ഹാനോളിനെ കൂട്ടുകാരി ക്രോസ് വിസ്താരം തന്നെ ചെയ്യുന്നു. നിനക്ക് ഡിപ്രഷൻ സത്യത്തിൽ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി നീ ചുമ്മാ പറഞ്ഞതാണെന്ന്. ഞാനിപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട്. കൂടെ തന്നെ വീട്ടുകാരനെ ആവശ്യത്തിലധികം കെയറും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പയ്യനോ? നിങ്ങൾ ശത്രുക്കളായിരുന്നെന്ന് പറഞ്ഞിട്ടിപ്പോൾ അവൻ്റെ കൂടെ സൺറൈസ് കാണാൻ പോകുന്നോ? നിന്റെ ഫസ്റ്റ് ലവ് അല്ലേ അവൻ? അവളൊന്നും മിണ്ടാതെ മുറിയുടെ വാതിൽ തുറക്കുന്നു. ചാരി നിന്നിരുന്ന അമ്മയും അനിയനും അകത്തേക്ക് വീഴുന്നു. എനിക്കിത് റിപ്പീറ്റ് ചെയ്യാൻ വയ്യ. എല്ലാവരും കാതോർക്കുന്നു. അവനെൻ്റെ ഫസ്റ്റ് ലവ് ഒന്നുമല്ല, ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സാണ്. അവനൊരു കള്ളക്കേസിൽ കുടുങ്ങി കിടക്കുക. പിന്നെ ആരോടൊക്കെ മിണ്ടണമെന്ന് തിരിച്ചറിയാനുള്ള പ്രായമൊക്കെ എനിക്ക് ആയിട്ടുണ്ട്. തിരികെ പോകാൻ നേരം കൂട്ടുകാരിയുടെ അമ്മ ഹാനോളിനെ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് വിട്ടാലോ എന്ന് ചോദിക്കുന്നു. ഈ സമയം അവളുടെ കൂടെ ഒരാളുള്ളത് നല്ലതാണെന്നും പറഞ്ഞാൽ സമ്മതിക്കാത്തത് കൊണ്ട് അവളോട് ഈ കാര്യം ഇപ്പോൾ പറയണ്ട എന്നും പറയുന്നു. സത്യത്തിൽ അമ്മയ്ക്ക് ഹാനോൾ ജോങ്വുവിനോട് അടുക്കുന്നതിലും വലിയ താല്പര്യമില്ലായിരുന്നു. കൂട്ടുകാരെയാണെങ്കിൽ ഹോസ്പിറ്റൽ ചെന്നിട്ട് നല്ല പയ്യന്മാരെ ഇങ്ങനെ ഫോണിൽ തിരയുകയായിരുന്നു. അവിടേക്ക് വന്ന നേഴ്സിനോട് ബ്ലൈൻഡ് ഡേറ്റിന് പറ്റിയ നല്ല പയ്യന്മാരുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ നേഴ്സാണെങ്കിൽ അത് നമ്മുടെ കൂട്ടുകാരിക്ക് വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. നേഴ്സ് നേരെ നമ്മുടെ ജലസ് ഡോക്ടറോട് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അവൻ നോക്കുമ്പോൾ എന്താ, തൻ്റെ ചാനലിൻ്റെ ഏക ട്രൂ സബ്സ്ക്രൈബറിൻ്റെ അതേ പേരിലുള്ള ആൾ ബ്ലൈൻഡ് ഡേറ്റിന് ആളെ തിരയുന്നുവെന്ന് പിന്നെ പറയണ്ടല്ലോ. അവനാകെ സന്തോഷമാവുന്നു. ഇതേസമയം സദാസമയം കീരിയും പാമ്പുമായിരുന്ന തന്നോട് എങ്ങനെ ഹാനോളിനെ ക്രഷ് അടിച്ചു എന്നാലോചിച്ച് തല പുകയ്ക്കുകയായിരുന്നു ജോങ്കു. പെട്ടെന്നാണ് ഹാനോൾ വാതിൽ മുട്ടുന്നത്. അവനാകെ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് റെഡി ആയിട്ട് വാതിൽ തുറക്കുന്നു. അവൾ അവനെ കുറച്ച് കേസ് ഡയറിയുമായി വന്നതായിരുന്നു. ഇതുകുറിച്ച് മെഡിക്കൽ റിപ്പോർട്ട് മറ്റുമോ, നീ ഇത് വായിച്ചാൽ കേസിന് ഉപകാരപ്പെടും. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞ സത്യവാ. ഞാൻ അവളുടെ ഫസ്റ്റ് ലവ് അല്ലെങ്കിൽ അവൾ എന്തിനാ എനിക്ക് വേണ്ടി ഉറക്കം വരെ കളഞ്ഞ് ഇത്രയും കഷ്ടപ്പെട്ടത്? കോഫി കുടിച്ചിട്ട് പോവാം. അങ്ങനെ അവർ കോഫി കുടിക്കുന്നു. ഇന്ന് രാത്രി നീ ഫ്രീ ആണോ? ആണല്ലോ. എന്താ, എന്നെ കൂടി ഷോപ്പിങ്ങിന് വരാമോ? അവൻ ഇത് കേട്ടിട്ട് ആകെ പുളകം കൊള്ളുന്നു. രാത്രി ഏത് ഡ്രസ്സിനിടമെന്ന് തിരഞ്ഞെടുക്കാനായി എല്ലാ ഡ്രസ്സും അവനെടുത്ത് പുറത്തിടുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് തുണിയൊക്കെ ഇട്ട അവൻ രാത്രി അവളുടെ കൂടെ ഷോപ്പിങ്ങിന് പോകുന്നു. നീ എന്തിനാ തൊപ്പി വെച്ചേക്കുന്നേ? ചിലപ്പോൾ ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞാൽ അത് നിനക്കൊരു ബുദ്ധിമുട്ടാവും. അതൊന്നും സാരമില്ല, നീ ഒന്ന് മാറ്റിക്കോ. അവൾ അവൻ്റെ തൊപ്പി മാറ്റാനൊരുങ്ങുന്നു. അവൻ കൈ തട്ടിയതും ബാലൻസ് പോയി അവൾ നിലത്ത് വീഴുന്നു. അവൻ അവളെ നിലത്ത് വീഴാതെ പിടിക്കുന്നു.
ഒരു നിമിഷം രണ്ടുപേരും പരസ്പരം മറന്നുപോയെങ്കിലും അടുത്ത സെക്കൻഡിൽ തന്നെ നേരെ നിൽക്കുന്നു. അങ്ങനെ അവൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയിട്ട് അവൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കുന്നു. തിരിച്ചു നടക്കുമ്പോൾ അവൾ അവനോട് മുന്നേ അവൻ വീഴാതെ പിടിച്ചപ്പോൾ സർപ്രൈസിലായി എന്ന് പറയുന്നു. നീ പണ്ടത്തെ പോലെ എന്നെ വിട്ടുകളഞ്ഞില്ലല്ലോ. ഞാൻ നിന്നെ വിട്ടുകളഞ്ഞോ? ഓർമ്മയില്ലേ മറ്റേ ഫാൻ ഇൻസിഡന്റ്? ആ അതോ. പണ്ട് അവരുടെ ക്ലാസ്സിൽ നല്ല ശബ്ദമുള്ള ഒരു സീലിംഗ് ഫാൻ കൊണ്ടുവച്ചിരുന്നു. ശബ്ദം കാരണം പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഹാനോൾ അത് ശരിയാക്കാനായി ഡെസ്കിന്റെ മുകളിൽ കയറി നിൽക്കുന്നു. അവസാനം കാൽ തന്നെ നിലത്ത് വീഴാൻ ഒരുങ്ങി അവളെ പിടിച്ചത് ജോങ്കു ആയിരുന്നു. ഇത് കണ്ട് മറ്റു കുട്ടികൾ അവളെ ഡേറ്റ് ചെയ്യാനും മറ്റും പറഞ്ഞ് അവനെ കളിയാക്കുന്നു. അങ്ങനൊന്നും പറയാതെ, അവൻ പോലും അറിയാതെ അവൾ അവരുടെ കയ്യിൽ നിന്ന് താഴെ വീണു പോകുന്നു. കൈ കുത്തി വീണത് കൊണ്ട് റിസ്റ്റ് ഭാഗത്ത് അവൾക്ക് ബാൻഡ് ഇടേണ്ടി വരുന്നു. അങ്ങനെ തന്റെ വലതുകൈ കൊണ്ട് എഴുതാൻ പറ്റാതെ അവൾ വായിൽ പേര് വെച്ചായിരുന്നു എഴുതിയിരുന്നത്. എന്തൊക്കെയാണ് നിന്റെ പ്ലാൻ വിജയിച്ചേടാ? അവളിനി പഠിക്കാൻ ഇത്തിരി കഷ്ടപ്പെടും. പക്ഷെ പാവം ജോങ്കു, അവൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ലായിരുന്നു. എങ്കിൽ പോലും നല്ല കുറ്റബോധം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ കൈ ശരിയാകും വരെ അവൾക്ക് അവൻ നോട്ട് എഴുതി കൊടുക്കുകയും ക്ലാസ് റെക്കോർഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. അന്ന് നീ അങ്ങനെയൊക്കെ ചെയ്തു തന്നപ്പോൾ നീ കൈൻഡാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആയിരിക്കും എന്നെ ഇഷ്ടപ്പെട്ടത്. എന്താ? ഒന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ? പറഞ്ഞോ. അവളിപ്പോൾ ഐ ലവ് യു എന്ന് പറയുമെന്ന് ഓർത്ത് അവൻ നാണത്തോടെ നിൽക്കുന്നു. എനിക്ക് നാളെ ഒരു ബ്ലൈൻഡ് ഡേറ്റ് ഉണ്ട്. എന്തോന്ന് ബ്ലൈൻഡ് ഡേറ്റ്? എന്താ അത്? അത് ഞാൻ കരുതി നിനക്ക് ബ്ലൈൻഡ് ഡേറ്റിലൊന്നും താല്പര്യമില്ലാന്ന്. അതെ, പക്ഷെ നീയുമായി ഫ്രണ്ടായ ശേഷം ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യണമെന്ന് തോന്നുക. എൻ്റെ ഫ്രണ്ടില്ലേ, അവളെ കുറിച്ച് നിർബന്ധിക്കുകയും ചെയ്തു. ഇത് പോരാഞ്ഞിട്ട് ഇന്റർനെറ്റിൽ നോക്കിയപ്പോൾ ബ്ലൈൻഡ് ഡേറ്റിന് ഇടാനുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് ഗൈ ഫ്രണ്ട് ആണെന്നും അതുകൊണ്ടാണ് ഇന്ന് അവനെയും കൊണ്ട് ഷോപ്പിങ്ങിന് വന്നതെന്നും കൂടെ പറഞ്ഞതോടെ ജോങ്കു ആകെ ചമ്മന്നു. എന്തൊക്കെയാലും അവക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ചുമ്മാ തന്നെ എൻ്റെ ഫസ്റ്റ് ലവ് ആണെന്നൊക്കെ അവൾ പറഞ്ഞത്. അതെ അതെ. തിരികെ വീട്ടിലെത്തിയപ്പോൾ താൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനാണല്ലോ എന്നൊക്കെ കരുതിയവൻ രാവിലെ എടുത്തിട്ട് തുണിക്കുമ്പരത്തിൽ കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കുന്നു. പിറ്റേന്ന് ഹാനോൾ ബ്ലൈൻഡ് ഡേറ്റിന് വേണ്ടി പോകുന്നതും അവൻ കാണുന്നു. അങ്ങനെ അവൾ ബൈയൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടി പോകുന്നു. അവൻ്റെ എക്സ്പ്രഷൻ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ചെറുക്കിന് വീണ്ടും ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടുമുട്ടുന്നു. പരസ്പരം പരിചയപ്പെട്ട ശേഷം ജലസ് ഡോക്ടർ താനൊരു ഹോബിയെ തുടങ്ങിയതാണ് യൂട്യൂബ് എന്നും അതിന് പതിയെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊള്ളുമെന്നും പറയുന്നു. ഓക്കെ, അയാൾ എന്തിനാ തന്നോട് യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയുന്നത് എന്നവൾ ചിന്തിക്കാതിരുന്നില്ല. ഹോങ്റാനിന് മീറ്റ് അത്ര ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അവളുടെ കൂട്ടുകാരിയുടെ പേരായിരുന്നു ഹോങ്റാൻ. അല്ല, ഹോങ്റാനിന് അത് വലിയ ഇഷ്ടമാ. പിന്നെ വേറെന്തൊക്കെ ഇഷ്ടമാ? ആൽക്കഹോൾ ഇഷ്ടമാണ്, പിന്നെ സ്നാക്സും. ഓ, ഇതെന്താ ഹോങ്റാനിനെ പറ്റി ചോദിക്കുന്നത്? അവളെ ഹോങ്റാനായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നമ്മുടെ ജലസ് ഡോക്ടർ എന്ന പാവത്തിന് അറിയില്ലല്ലോ. ഫ്രീ ടൈമിൽ ഹോങ്റാൻ എന്ത് ചെയ്യുക? മോൻ്റെ കൂടെ സമയം ചെലവഴിക്കും. അതെയോ? എൻ്റെ മോളിപ്പോൾ ഹൈസ്കൂളിലാണ്. അവളാണെങ്കിൽ എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെയാ. മോളോ? അപ്പോഴേക്കും ദാ അച്ഛൻ എന്ന് വിളിച്ചുകൊണ്ട് ഒരു കുട്ടി അങ്ങോട്ട് വരുന്നു. തൻ്റെ അച്ഛൻ ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോകുന്നതിന് അവൾക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. തൻ്റെ അമ്മയെ ഡൈവോഴ്സ് ചെയ്തിട്ട് കുറച്ചേ ആയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൾ വഴിക്കിട്ട് പുറത്തേക്ക് പോകുന്നു. സോറി, റിയലി സോറി. ടീനേജല്ലേ അതാ. പിന്നെ എൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് 4 വർഷമായി കേട്ടോ. പിന്നെ കാണാം ഹോങ്റാൻ. ഹോങ്റാനോ? ഞാൻ ഹാനുളാണ്. ആ നിമിഷത്തിലാണ് തങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയ അവളെ അവർക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ബ്ലൈൻഡ് ഡേറ്റ് ഒക്കെ പൊട്ടി തകർന്ന് തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൾ ജോങ്കുവിനെ കാണുന്നു. ആദ്യം അവൻ അവളെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും ബ്ലൈൻഡ് ഡേറ്റ് പൊട്ടിപ്പോയെന്നറിഞ്ഞതോടെ എക്സ്ട്രാ ഉത്സാഹത്തോടെ അവൻ കാര്യം തിരക്കുന്നു. അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴാണ് മാമന്റെ കടയിൽ നിന്ന് അവളുടെ 2 അപ്പച്ചിമാർ ഓടി വന്ന് അവരെ രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് കടയ്ക്കുള്ളിലേക്ക് കയറിയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പച്ചിമാർ രണ്ടുപേരും നല്ല രീതിക്ക് അസൂയയും കുശുമ്പും ഉള്ള ആളുകളാണ്. സോളിലേക്ക് എന്തോ ആവശ്യത്തിന് വന്നപ്പോൾ ഹാനോളിനെ കാണുന്ന ഹോസ്പിറ്റലിലേക്ക് കയറിയപ്പോഴാണ് അവൾ ക്യൂട്ട് ചെയ്ത വിവരം അവരറിയുന്നത്. അതോടെ കടയിലേക്ക് വന്ന അവർ അമ്മയോട് ഹാനോൾ വളരെ അൺപ്രൊഫഷണൽ ആണെന്നും ജോലി കൂടി ഇല്ലാതായതോടെ ആരവളെ കെട്ടുമെന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളമുണ്ടാക്കുന്നു. അതോടെ അവൾ കല്യാണത്തിന് പ്രിപ്പയർ ചെയ്യാനാണ് ജോലിയിൽ നിന്ന് ബ്രേക്ക് എടുത്തതെന്ന് അമ്മയ്ക്ക് പറയേണ്ടി വരുന്നു. അപ്പോഴാണ് ഹാനോളും ജോങ്ങുവും പുറത്തുകൂടി നടന്നു വരുന്നത് അവർ കണ്ടത്. അതോടെ അവർ രണ്ടുപേരുമാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് തെറ്റിദ്ധരിച്ചതാണിവർ. ഇതൊരു ബോയ് ഫ്രണ്ട് അല്ല, ഫ്രണ്ടാ. അപ്പം നിന്റെ അമ്മ പറയുന്നത് കള്ളമായിരുന്നോ? അത് ജോങ്കു പ്ലാസ്റ്റിക് സർജൻ ആണെന്ന് അറിഞ്ഞതോടെ അവനോട് അവർ തങ്ങളുടെ സൗന്ദര്യം കൂട്ടാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുന്നു. നമ്മുടെ ജോങ്കു ആരാ മോൻ? അവൻ അവരെ നന്നായി ട്രോളുന്നു. ദേഹം മുഴുവൻ ഓപ്പറേഷൻ ചെയ്താലും മുഖസൗന്ദര്യം പോയിട്ട് മനസ്സ് പോലും നന്നാവാൻ പോകുന്നില്ലെന്നും അവൻ പറയുന്നു. അതോടെ നാണം കെട്ടവർ പുറത്തേക്ക് പോകുന്നു. രാത്രി വക്കീലിനെ വിളിച്ച് കേസിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ചതും ദാ ഹാനോൾ കുറച്ച് ബിയറുമായി വരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അത് പുറത്തിരുന്ന് കുടിക്കുന്നു. എന്ത് ജീവിതമല്ലേ എൻ്റെ വേഴ്സ്റ്റ് ലൈഫ്. എൻ്റെ അതിലും വേഴ്സ്റ്റ്. അല്ല എൻ്റെയാ. എങ്കിൽ നമുക്ക് നോക്കാം ആരുടെയാണെന്ന്. രണ്ടുപേരും ഒരുപാട് ബിയർ കുടിക്കുന്നു. എല്ലാവർക്കും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമോ? ചിലർ ഡിപ്രസ്ഡ് ആയിരിക്കും. അതെ, അത് നോർമലാ.
ബിയർ തീർന്നതോടെ ജോങ്കു റൂമിലിരുന്ന് വിസ്കി എടുക്കാൻ പോകുന്നു. നിലത്ത് കാലുറയ്ക്കാത്തത് കൊണ്ട് ഇഴഞ്ഞാണ് അവനത് എടുക്കാൻ പോയത്. പുറത്ത് മഴ പെയ്തെങ്കിലും കുടയുടെ കീഴിലിരുന്ന് അവർ വിസ്കി കുടിക്കുന്നു. കുറച്ചു കഴിഞ്ഞതും ബോധം പോയി ഹാനോൾഡ് ജോങ്കുവിന്റെ തോളിലേക്ക് വീഴുന്നു. അവൻ പതിയെ അവളെ തലോടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് കൈമാറ്റുന്നു. അങ്ങനൊന്നും വിചാരിക്കില്ല അവൻ സ്വയം പറയുന്നു. ഇതേ സമയം അവന്റെ ഷെൽഫിന് കീഴിൽ എന്തോ ക്യാമറ പോലെ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ഉണ്ടായിരുന്നു. രാവിലെ ഒരു സന്തോഷ വാർത്തയുമായാണ് ഹാനോൾഡ് വന്നത്. ദൂരെയുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഒരു ഇന്റർവ്യൂവിന് അവളെ വിളിച്ചിരുന്നു. തലേ ദിവസം ഡ്രിങ്ക് ചെയ്തപ്പോൾ അവൾ അയച്ചതായിരുന്നു ആ റിക്വസ്റ്റ്. കുറച്ച് ദൂരെയാണെങ്കിലും പുതിയൊരു സ്ഥലത്ത് ഫ്രഷ് ആയി സ്റ്റാർട്ട് ചെയ്യാമെന്ന് അവൾ കരുതുന്നു. അങ്ങനെ ഇന്റർവ്യൂ ദിവസം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അവൾ പുറപ്പെടുന്നു. ജോങ് എന്റെ ഫ്രണ്ടാ, ഒരു ഗുഡ് ലക്ക് പോലും പറഞ്ഞില്ല. ഇതേ സമയം അവനാകട്ടെ അവൾക്ക് മെസ്സേജ് അയക്കാൻ ഫോൺ എടുത്തിട്ട് എന്ത് ടൈപ്പ് ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂഷനായി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരനായ ക്യുങ്മിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവർ രണ്ടുപേരും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്നു. ഇന്ന് ഹാനോളിനെ കുറിച്ച് അന്വേഷിച്ച് എനിക്കൊരു കോൾ വന്നിരുന്നു. ഞാൻ അവരോട് അവൾ സീനിയർ ഡോക്ടറുമായി വഴിക്കിട്ട് പോയതാണെന്ന് പറഞ്ഞു. മിക്കവാറും അവൾക്ക് ജോലി കിട്ടില്ല. നീ എന്ത് പണിയാ കാണിച്ചു? പറയുമ്പോൾ എല്ലാം പറയണ്ടേ? അവൾ എന്തോരം അവളെ ഹരാസ് ചെയ്തിട്ടാണ് അവൾ അങ്ങനെ പ്രതികരിച്ചത് കൂടി നീ പറയണ്ടായിരുന്നോ? ജോങ്കു അവിടെ നിന്ന് ഓടുന്നു. ഇതിനോടകം ആ സ്ഥലത്തെത്തിയ ഹാനോൾഡ് തന്റെ ഇന്റർവ്യൂ ക്യാൻസലായി എന്നറിഞ്ഞ് ആകെ സങ്കടപ്പെട്ട് ജോങ്കുവിനെ വിളിക്കുന്നു. ഞാൻ എന്റെ ജീവിതം എത്ര മോശമായി ജീവിച്ചത്. അടുത്ത ട്രെയിൻ വന്നതും അവൾ അതിൽ കയറാനൊരുങ്ങുന്നു. പെട്ടെന്നാണ് ജോങ്ങു വന്നതും അവളുടെ നിന്റെ ജീവിതം ഒരു പരാജയമല്ല എന്നും ഒന്നും നിന്റെ തെറ്റല്ല എന്നും പറഞ്ഞത്. ഇത് പറയാനാണ് ഞാൻ വന്നത്. സന്തോഷത്തോടെ നിറ കണ്ണുകളോടെ അവൾ ചിരിക്കുന്നു. അതെ, ജീവിതം പടികുഴിയിൽ വീണിരിക്കുന്ന ഈ സമയത്തും പരസ്പരം താങ്ങും തണലുമായി അവരങ്ങനെ ജീവിക്കട്ടെ കൂട്ടുകാരെ. തുടർന്ന് അങ്ങോട്ടുള്ള എപ്പിസോഡുകൾ കാണൂ ലൂണ ടോക്സിലൂടെ മാത്രം.